ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ വെറൈറ്റി അധ്യായങ്ങൾ നാം പഠിച്ചു. ഇന്ന് ഞാൻ പഠിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ നമ്മുടെ ഈ സംസാരിക്കുന്ന വേളയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അഥവാ കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കണം. ഒരാൾ ഫോൺ വിളിച്ച് നമ്മോട് ചോദിക്കുക, ഇക്ക എന്താ ചെയ്യുന്നത്? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ വർക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള തുടർച്ചയായ കാര്യങ്ങൾ ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെ പറയാം എന്നാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന്, എന്നോട് ഇപ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്, സാർ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയും, ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാർ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ച ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾ കാർ ഓടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ ഇത് എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും ബോർഡിലേക്ക് നോക്കുക. ഐ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം, അതുകൊണ്ടാണ് ഇത് എൽ അല്ല, ഇത് ഐ ക്യാപിറ്റൽ ലെറ്റർ ആകുന്നു. ഐ ആം, ഐ ആം. വാക്ക് എന്നുള്ള വേർബ്, വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ സ്ഥിരമായിട്ടല്ല, ഇവിടെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ പറയുമ്പോൾ ING ഫോം, ഈ വേർബിന്റെ കൂടെ നാം പ്ലസ് ING കൊടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കിംഗ് എന്ന് പറയണം. വാക്ക് പ്ലസ് ING, വാക്കിംഗ്. സ്ലീപ്പ്, ഇതാണ് നമ്മുടെ വേർബ്. ഈ വേർബിന്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് സ്ലീപ്പിംഗ്. ഈ അതിന്റെ കൂടെ ആം ഉപയോഗിക്കണമെന്ന് ഞാൻ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചു. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, വേർബിന്റെ കൂടെ ING ഫോം കൊടുത്ത് പറയുക എന്നുള്ള വളരെ സിമ്പിളാണ്. റെഡിയല്ലേ? യെസ്. I am walking. I am walking എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുകയാണ്. ഞാൻ നടക്കുകയാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാം. നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും മീനിങ് ഒന്ന് തന്നെയാണ്. ഐ ആം വാക്കിംഗ്, ഞാൻ നടക്കുകയാണ്. ഐ ആം റീഡിങ്, ഞാൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം ലിസണിങ് ടു മ്യൂസിക്, ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ലുക്കിംഗ് ദർ, ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും. വളരെ സിമ്പിൾ ആണ്. അതിന്റെ കൂടെ ആം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ വേർബിനെ കൊണ്ടുവരുന്നു, വേർബിന്റെ കൂടെ ING ഉപയോഗിക്കുന്നു. ഐ ആം വാക്കിംഗ്, ഐ ആം റീഡിങ്. ഞാൻ വായിക്കുകയാണ്. എന്താണ് വായിക്കുന്നത്? അത് അവസാനത്തിലാണ് കൊടുക്കുക. ഐ ആം റീഡിങ് എ ബുക്ക്, ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം വാക്കിംഗ് അലോങ് ദ റോഡ്, റോഡിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അലോങ് ദി റോഡ്സ് എന്നാണ് പറയാ, റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഉദാഹരണം, ഐ ആം സോൾവിങ് that issue. ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം സോൾവിങ് ദാറ്റ് ഇഷ്യൂ. ആ ഇഷ്യൂ ഞാൻ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്, സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ നമ്മളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരാൾ ഒരു കാര്യം തുടർച്ചയായി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഇവിടെ ഹി എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഹി ഈസ് എന്ന് ഉപയോഗിക്കണം. ഹി ഈസ് വാക്കിംഗ് അലോങ് ദ റോഡ്. അവന് റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷീ കൊടുക്കുകയാണെങ്കിലും ഈസ കൊടുക്കുക. ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുട്ടിയുടെ പേര് സാലിമാക്ക. സാലിം ഈസ് സോൾവിങ് ദാറ്റ് ഇഷ്യൂ. സാലിമെ ആ പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഹി എന്നുള്ളടത്ത് പെൺകുട്ടിയുടെ പേരാക്കാം റീമ. റീമ ഈസ് വാക്കിംഗ് അലോങ് ദ റോഡ്. റീമ റോഡിലൂടെ നടന്നു കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ആൺകുട്ടിന്റെ പേര് കൊടുക്കാം. ആൺകുട്ടിയുടെ പേരെടുത്ത് ഇനി മൈ വൈഫ് ആണെങ്കിലോ മൈ വൈഫ്. മൈ വൈഫ് ഈസ് റീഡിങ് എ ബുക്ക്. എൻ്റെ ഭാര്യ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒക്കെ ഏകവചന സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് നാം ഈസ് ഉപയോഗിച്ചത്. റീമ ഈസ് വാക്കിംഗ് അലോങ് ദ റോഡ്. മൈ വൈഫ് ഈസ് റീഡിങ് എ ബുക്ക്. സാലിം ഈസ് സോൾവിങ് ദാറ്റ് ഇഷ്യൂ. ഇനി നമുക്ക് ചില സമയത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ നീ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അഭിമുഖമായിട്ട് നിൽക്കുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ അത് ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിലും അവിടെ ആർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകൾക്കും മാറിപ്പോകുന്നതാണ്. യു എന്നുള്ള സബ്ജക്റ്റ്, യു എന്നുള്ള സബ്ജക്റ്റിന് കൂടെ എല്ലായ്പ്പോഴും ഈസ് ഉപയോഗിക്കാൻ പാടില്ല, ആം ഉപയോഗിക്കാൻ പാടില്ല. അവർ ആർ ആണ് ഉപയോഗിക്കേണ്ടത്. അത് ഇംഗ്ലീഷിന്റെ ഒരു ജനറൽ റൂൾ ആണ്. യു ആർ. യു എന്നുള്ള സബ്ജക്റ്റ് അതിന്റെ അർത്ഥം നീ എന്നുള്ള അർത്ഥമുണ്ട്, നിങ്ങൾ എന്നുള്ള അർത്ഥമെല്ലാം ഉണ്ട്. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആയുള്ള ആളോടാണ് അങ്ങനെ പറയുക, നിങ്ങൾ അല്ലെങ്കിൽ നീ എന്ന് പറയും. അവിടെ ഈസ് ഉപയോഗിക്കരുത്. അവിടെ ഒരാളാണെങ്കിലും ഈസ് ഉപയോഗിക്കാൻ പാടില്ല. യു ആർ വാച്ചിങ്. യു ആർ വാച്ചിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. വാച്ചിങ് എന്നാണ്, ഇങ്ങനെയാണ് ഇത്. ഈ സ്പെല്ലിംഗ് എഴുതി പഠിക്കണം അറിയാത്തവര്. യു ആർ വാച്ചിങ് എ മൂവി. നിങ്ങളൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നീ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. യു ആർ വാച്ചിങ് എ മൂവി. നീ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യു ആർ വാച്ചിങ് എ മൂവി. നീ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആർ എന്നുള്ളത് ബഹുവചനം അഥവാ ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ച്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആർ ഉപയോഗിക്കും. ഉദാഹരണം, they are telling a lie. They are telling a lie. അവര് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക. They are telling lie. അവര് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ലൈ എന്ന് പറഞ്ഞാൽ കളവ് പറയാം, കളവ്. അപ്പൊ they are telling lie. അവര് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ബോയ്സ് ആണെങ്കിൽ ആർ ഉപയോഗിക്കാം. ബോയ്സ് ആർ ടെല്ലിങ് ലൈ. ആൺകുട്ടികൾ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗേൾസ് ഉപയോഗിച്ചാലും ആർ തന്നെയാണ്. ഗേൾസ് ആർ ടെല്ലിങ് ലൈ. പെൺകുട്ടികൾ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഇനി രണ്ടാളുകളെ കുറിച്ച് പറയാൻ അപ്പോഴും ആറാണ് ഉപയോഗിക്കുക. ഉദാഹരണം സാലിം ആൻഡ് സാലിമ. സാലിം ആൻഡ് സാലിമ ആർ ടെല്ലിംഗ് ലൈ. സാലിമയും സാലിമയും കള പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പഠിച്ചു. ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ സിമ്പിളായിട്ട് നാം പഠിച്ചു കഴിഞ്ഞു. ഐ ആം റീഡിങ്, ഞാൻ വായിക്കുകയാണ്. ഹി ഈസ് റീഡിങ്, അവൻ വായിക്കുകയാണ്. യു ആർ റീഡിങ്, നീ വായിക്കുകയാണ്. ദേ ആർ റീഡിങ്, അവർ വായിക്കുകയാണ്. സിമ്പിൾ അല്ലേ? എന്നെ കുറിച്ച് പറയുമ്പോൾ ഐ ആം റീഡിങ്. അവനെ കുറിച്ച് പറയുമ്പോൾ ഹി ഈസ് റീഡിങ്. അവളെ കുറിച്ച് പറയുമ്പോൾ ഷീ ഈസ് റീഡിങ്. ഇനി ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലോ ഇറ്റ് ഈസ് മൂവിങ്. ഒരു ഒച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് മൂവിങ് എന്നാണ് പറയുക. ഇറ്റ്സ് മൂവിങ്, അത് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിന്നെ കുറിച്ച് പറയുമ്പോൾ യു ആർ റീഡിങ്, നീ വായിക്കുകയാണ്. ഇനി ബഹുവചനം ഒരുപാട് ആളുകളെ വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ ദേ ആർ റീഡിങ്. മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഒരു 25 വേർബുകളെ കുറിച്ച് പഠിക്കാം. 25 വേർബ്സുകൾ, ക്രിയാപദങ്ങൾ. ആ പദത്തിന്റെ കൂടെ ing ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. 25 വേർബുകൾ ഞാൻ ഇവിടെ എഴുതി. ഒന്ന് വെയിറ്റ്, കാത്തിരിക്കുക. തിങ്ക്, ചിന്തിക്കുക. ഇതിൽ അറിയാത്ത വേർഡുകൾ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണേ. അതിന്റെ അർത്ഥം എഴുതി വെക്കുക. വെയിറ്റ്, കാത്തിരിക്കുക. തിങ്ക്, ചിന്തിക്കുക. ഇതിന്റെ സ്പെല്ലിങ്ങും അറിയാത്തൊരു സ്പെല്ലിങ്ങും എഴുതി പഠിക്കുക. സോൾവ്, ഒരു പ്രശ്നം പരിഹരിക്കുക. വാക്ക്, നടക്കുക. സ്പിൽ, വെള്ളം ഇങ്ങനെ കുടയുന്നതിന് സ്പിൽ എന്ന് പറയാം. സ്റ്റാൻഡ്, നിൽക്കുക. സ്റ്റാർട്ട്, ആരംഭിക്കുക, തുടങ്ങുക. സ്വിം, നീന്തുക. ടോക്ക്, സംസാരിക്കുക. ടീച്ച്, പഠിപ്പിക്കുക. ടെൽ, പറയുക. തിങ്ക്, ചിന്തിക്കുക. ട്രൈ, ശ്രമിക്കുക. വാച്ച്, കാണുക. ടി വിയിലൊക്കെ ഒരു പ്രോഗ്രാം കാണുന്നതിനാണ് വാച്ച് എന്ന് പറയുക. റൈറ്റ്, എഴുതുക. W സൈലന്റ് ആണ്. റീഡ്, വായിക്കുക. ബിൽഡ്, നിർമ്മിക്കുക. കെട്ടിടമൊക്കെ ഉണ്ടാക്കുന്നതിനാണ് ബിൽഡ് എന്ന് പറയാം. കട്ട്, മുറിക്കുക. ഗോ, പോവുക. ഹൈഡ്, ഒളിഞ്ഞു നിൽക്കുക. ഒരു വസ്തുവിന്റെ ഉള്ളില് ഒളിഞ്ഞു നിൽക്കുന്നതിനാണ് ഹൈഡ് എന്ന് പറയാം. ഒളിപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഹൈഡ്, ഒളിക്കുക, ഒളിപ്പിക്കുക. ഡ്രിങ്ക്, കുടിക്കുക. ഈറ്റ്, തിന്നുക. പാക്ക്, ഒരു വസ്തു പാക്ക് ചെയ്യുക, പൊതിയുക. സോൾവ്, സോൾവ് 2 പ്രാവശ്യം വന്നു. അപ്പൊ നമുക്ക് സോൾവിന്റെ പകരം വേറെ വാക്കാക്കാം. സോൾവിന് പകരം നമുക്ക് പുതിയൊരു വേർഡ് ഷൈൻ. ഷൈൻ എന്ന് പറഞ്ഞാല് തിളങ്ങുക. ത്രോ, ഒരു വസ്തു എറിയുക. ഇപ്പൊ 25 വേർഡുകൾ നാം പഠിച്ചു. ഈ വേർഡിന്റെ കൂടെ ഒക്കെ ing കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാം. നോക്കാം. വെയിറ്റ്, വെയിറ്റിംഗ്. തിങ്ക്, തിങ്കിങ്. സോൾ, സോൾവിങ്. വാക്ക്, വാക്കിംഗ്. സ്പിൽ, സ്പില്ലിംഗ്. സ്റ്റാൻഡ്, സ്റ്റാൻഡിങ്. സ്റ്റാർട്ട്, സ്റ്റാർട്ടിങ്. സ്വിം, സ്വിമ്മിങ്. ടോക്ക്, ടോക്കിംഗ്. ടീച്ച്, ടീച്ചിങ്. ടെൽ, telling. Think, thinking. Try, trying. Watch, watching. Write, writing. Read, reading. Build, building. Cut,
കട്ടിങ്, ഗോ, ഗോയിങ്, ഹൈഡ്, ഹൈഡിങ്, ഡ്രിങ്ക്, ഡ്രിങ്കിങ്, ഈറ്റ്, ഈറ്റിംഗ്, പാക്ക്, പാക്കിംഗ്, ഷൈൻ, ഷൈനിങ്, ത്രോ, ത്രോയിങ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു സെന്റൻസിലേക്ക് മാറ്റുക. ഐ ആം വെയിറ്റിംഗ്, ഞാൻ കാത്തിരിക്കുകയാണ്. അതുപോലെ ഐ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സെന്റൻസും ഒരു പ്രാവശ്യം പറയാം. ഐ ആം വെയിറ്റിംഗ്, ഐ ആം തിങ്കിങ്, ഐ ആം സോൾവിങ്, ഐ ആം വാക്കിംഗ്, ഐ ആം സ്പില്ലിംഗ്, ഐ ആം സ്റ്റാൻഡിങ്, ഐ ആം സ്റ്റാർട്ടിങ്. ഇതുപോലെ എല്ലാ സെന്റൻസും പറയാം. പിന്നെ ഹി ഉപയോഗിച്ച് പറയാം. ഹി ഈസ് വെയിറ്റിംഗ്, ഹി ഈസ് തിങ്കിങ്, ഹി ഈസ് സോൾവിങ്, ഹി ഈസ് വാക്കിംഗ്. ഇനി ആർ ഉപയോഗിച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ദേ ആർ വെയിറ്റിംഗ്, ദേ ആർ തിങ്കിങ്, ദേ ആർ സോൾവിങ്. ഇനി യു ഉപയോഗിച്ച് പറയാം. യു ആർ വെയിറ്റിംഗ്, യു ആർ തിങ്കിങ്, യു ആർ സോൾവിങ്. ഇനി ഇറ്റ് ഉപയോഗിച്ച് പറയാം. ഇറ്റ് ഈസ് ഷൈനിങ്, അത് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിളക്കിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഒരു ബൾബിനെ കുറിച്ച് പറയാം. ഇറ്റ് ഈസ് ഷൈനിങ്, അത് തിളങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതുപോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. ഗ്രാമർ കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. അപ്പൊ ഈ നമ്മളിപ്പോ പഠിച്ചതിന് ഒരു പേരുണ്ട്. ആ പേര് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പേര് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇതിനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാം. എന്താ പേര്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ആ പേര് പഠിച്ചു വെക്കുക. ഇന്നെന്താ പഠിച്ചെന്ന് ചോദിച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു എന്ന് പറയാം. ഇത്രയുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാം. എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ, തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. ഇപ്പോൾ നാം സംസാരിക്കുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. അതിനുവേണ്ടിയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പാഠം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു 3 ഓവർക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഞാൻ ബോർഡിൽ എഴുതാം. അതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ റിപ്ലൈ ചെയ്യണം. ഞാൻ അതിന് മറുപടി തരുന്നതാണ്. ഒന്നാമത്തത് ഐ ഡാഷ് വാക്കിംഗ്. ശുക്കൂർ ഡാഷ് ലിസണിംഗ് ടു മ്യൂസിക്. You dash waiting. 4 they dash reading. I dash walking. Shukur dash listening to music. ഇത് ലിസ്റ്റണിങ് എന്ന് വായിക്കരുത്, ലിസണിങ് എന്നാണ് വായിക്കേണ്ടത്. യു ഡാഷ് വെയിറ്റിംഗ്, ദേ ഡാഷ് റീഡിങ്. ഇതിന്റെ ആൻസർ മാത്രം, ചോദ്യം ഇതിന്റെ ആൻസർ മാത്രം നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയക്കുക. അപ്പോൾ എത്രത്തോളം ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ അടുത്ത ഒരു പുതിയ അധ്യായമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.